ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഴയുടെ കൂടെ കടലാക്രമണവും രൂക്ഷമായതോടെ തീരദേശത്തെ കുടുംബങ്ങൾ ഭീതിയിലാണ്. ശക്തമായ തിരയടിയിൽ കടൽ ഭിത്തികൾ തകർന്നാണ് വീടുകൾക്കുള്ളിൽ കടൽവെള്ളം കയറിയത്. സംരക്ഷണ ഭിത്തി ശരിയായ രീതിയിലല്ല എന്നതാണ് തീരദേശവാസികളുടെ പരാതി. സംരക്ഷണത്തിനായുള്ള ഉപാധികൾ നേരെ ചൊവ്വേ ചെയ്തിരുന്നെങ്കിൽ മഴക്കാലം ശക്തിപ്പെടുന്നതിന് മുൻപ് തന്നെ ഈയൊരവസ്ഥയിൽ എത്തില്ലായിരുന്നു എന്നാണ് തീരവാസികൾ പറയുന്നത്. പ്രധാന വാർത്തകളിലേക്ക്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പിന്റെ മൊബൈൽ യൂണിറ്റുകൾ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. മനുഷ്യക്കടത്ത് എന്ന പേരിൽ സമുദായത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് കോട്ടുമല ബാപ്പു മുസ്ലിയാർ. തീരദേശത്ത് കടലാക്രമണം രൂക്ഷം. നൈനാംവളപ്പിൽ 20ഓളം കുടുംബങ്ങൾ ഭീതിയിൽ. ബേപ്പൂരിൽ തിരയിടിയിൽ ബോട്ട് തകർന്നു. വാർത്തകൾ വിശദമായി. ശക്തമായ തിരയടിയിൽ അടിപ്പലകയിളകി വെള്ളം കയറി ബോട്ട് മുങ്ങി. വ്യാഴാഴ്ച രാവിലെ ബേപ്പൂർ പുളിമുട്ടിൽ നിന്നും 5 നോട്ടിക്കൽ മൈൽ അകലെയാണ് ചാലിയം സ്വദേശി നജീബിന്റെ ഉടമസ്ഥതയിലുള്ള ഫിഷർമാൻ 2 എന്ന ബോട്ട് മുങ്ങിയത്. തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. വ്യാഴാഴ്ച രാവിലെ ബേപ്പൂർ തുറമുഖത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് ശക്തമായ തിരയടിയിൽ പലക തകർന്നു മുങ്ങി. തൊഴിലാളികളെ മറ്റ് ബോട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. 6 മണിയോടെ ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിൽ നിന്നും 7 തൊഴിലാളികളുമായി തിരിച്ച ഫിഷർമാൻ 2 എന്ന ബോട്ടാണ് തകർന്നത്. ഫിഷറീസിന്റെ വാടക രക്ഷാ ബോട്ടും മറ്റ് 2 ബോട്ടുകളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബേപ്പൂർ പുളിമൂട്ടിൽ നിന്നും 5 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. ചാലിയം സ്വദേശി നജീബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫിഷർമാൻ ബോട്ട്. ബോട്ട് കെട്ടിവലിച്ച് കരക്കെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അഴിമുഖത്തോടടുത്ത പ്രദേശമായതിനാൽ ശക്തമായ തിരയടിയാണ്. ഇതിൽപ്പെട്ടാണ് ബോട്ടിന്റെ അടിവശത്തെ പലക തകർന്നത്. തുടർന്ന് വെള്ളം കയറി ബോട്ട് മുങ്ങുകയായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് മറ്റു ബോട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയത്. നിലവിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് രക്ഷാപ്രവർത്തനം നടത്താൻ ഒരു വാടക ബോട്ട് മാത്രമാണ് ഉള്ളത്. ഇത് അപര്യാപ്തമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ട്രോളിംഗ് നിരോധനത്തിന് മുൻപുള്ള കോളിനായി കടലിലിറങ്ങിയ മത്സ്യത്തൊഴിലാളികളാണ് കടലാക്രമണത്തെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. മനുഷ്യക്കടത്ത് എന്ന പേരിൽ സമുദായത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് കോട്ടുമല ബാപ്പു മുസ്ലിയാർ പറഞ്ഞു. അനാഥശാല വിവാദം ഭരണകൂട മാധ്യമവേട്ടയ്ക്കെതിരെ SKSSF സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനാഥശാല വിവാദം ഭരണകൂട മാധ്യമവേട്ടയ്ക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ടാഗോർ ഹാളിൽ നടന്ന പരിപാടി കോട്ടുമല ബാബു മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യക്കടത്ത് എന്ന പേരിൽ സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ മോശമായി ഒരു സമുദായത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ ആ സമുദായത്തെ കോർണർ ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സന്മനസ് കാണിക്കാത്ത വിധത്തിൽ അതിലിപ്പോഴും കയറി പിടിച്ച് അതിൻ്റെ ഗതിവിഗതികളെ വിലയിരുത്തുന്നതിന് പകരം അതേതോ ഒരു വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ശ്രമമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒഴുക്കിനനുസരിച്ച് നിലപാടെടുക്കരുതെന്നും അനാഥാലയങ്ങളെ അടച്ചാക്ഷേപിക്കരുതെന്നും സംഗമത്തിൽ സംസാരിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. മതനിരപേക്ഷ സ്വഭാവമുള്ള അനാഥാലയങ്ങൾ രാജ്യത്തിന് നിലവിൽ വരണമെന്നും മുൻവിധിയോടെ പ്രശ്നത്തെ കാണരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അല്ലാതെ ഇതാകെ മോശമാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകൾ ആരെ സഹായിക്കാനാണ് എന്ന് വകതിരിവുള്ള ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു മുൻവിധിയോടുകൂടി ഈ വിഷയത്തെ കാണാതെ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഈ വിഷയത്തെ
പൂർണ്ണ അർത്ഥത്തിൽ സമൂഹത്തിൽ എത്തിക്കാതിരിക്കാതെ ഇതിൽ വസ്തുനിഷ്ഠമായ സമഗ്രമായ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടത്. സെയ്ദ് മുഹമ്മദ് കോയ തങ്ങൾ സംഗമത്തിന് അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, മുസ്തഫ മുണ്ടുപാറ, മായിൻ ഹാജി എന്നിവർ സംബന്ധിച്ചു. തിരുശേഷിപ്പുകളുടെ ആധികാരികത, സ്വീകാര്യതയും പുണ്യവും എന്ന വിഷയത്തിൽ തുറന്ന സംവാദവും നടന്നു. മഴ കനക്കുന്നതോടെ കടലാക്രമണവും രൂക്ഷമായി. നൈനാംവളപ്പ് കോതിയിലെ 20ഓളം കുടുംബങ്ങളാണ് കടലിനെ പേടിച്ച് കഴിയുന്നത്. റവന്യൂ അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു. ആവശ്യമെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. മഴയ്ക്കൊപ്പം കടലാക്രമണവും രൂക്ഷമായതോടെ തീരങ്ങളിൽ ഭീതിയുടെ രാപ്പകലുകൾ. കോതി ഭാഗത്താണ് കടൽക്കെടുതി തുടങ്ങിയത്. ഇവിടെ ശക്തമായ തിരയിൽ സംരക്ഷണ ഭിത്തികൾ കടന്ന് പല വീടുകളുടെയും അകത്തളം വരെ തിരമാലകളെത്തി. നൈനാംവളപ്പിലെ മുസ്തഫ, ആയിഷ ബി, ജമാൽ എന്നിവരുടെ വീടിന്റെ അടുക്കളയിൽ വരെ വെള്ളമെത്തി. പാത്തുമ്മയുടെ വീട്ടിൽ ബെഡ്റൂം തിരയിൽ നനഞ്ഞു. അടുക്കളയിലെ പാത്രങ്ങളിലും മറ്റും ഉപ്പുവെള്ളം നിറഞ്ഞതോടെ ദിവസങ്ങളായി സൂക്ഷിച്ചു വെച്ച കുടിവെള്ളവും ഉപയോഗശൂന്യമായി. വീടുകളുടെ ബെഡ്റൂമിൽ വെള്ളം കയറിയതോടെ കിടക്കാനും പറ്റാതായി. കുട്ടികളുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമെല്ലാം നനഞ്ഞു. കിണറുകളിൽ ഉപ്പുരസം കലർന്നതോടെ കുടിവെള്ളം കിട്ടാക്കരിയായി. 20ഓളം കുടുംബങ്ങൾ കടലാക്രമണ ഭീതിയിലാണ്. ഒരാഴ്ചയായി കടൽ ക്ഷോഭിച്ചു നിൽക്കുന്നതിനാൽ ഉറക്കമില്ലാത്ത രാപ്പകലുകളാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. ഏത് സമയവും തിരകൾ വീടുകളെ കവരാമെന്ന് ഇവർ ഭയക്കുന്നു. ഒരു ദിവസത്തിനിടെ 30 മീറ്ററോളം കര കടലെടുത്തു. ഇവിടെ സ്ഥാപിച്ച മത്സ്യത്തൊഴിലാളികളുടെ വിശ്രമ ഷെഡ് ഇപ്പോൾ ഭീഷണിയിലുമാണ്. ഈ വർഷം തന്നെ 4ാം തവണയാണ് കടലാക്രമണം ഉണ്ടാകുന്നത്. 6 അടിയോളം ഉയരത്തിലാണ് തിരയടിക്കുന്നത്. ഇതേ തുടർന്ന് കടൽത്തീരം വൻതോതിൽ ഇടിയുകയാണ്. 2 വർഷത്തിനിടെ 60 മീറ്റർ കടൽ കരയിലേക്ക് വന്നിട്ടുണ്ട്. 2005-ൽ കടൽ വൻതോതിൽ കരയിലേക്ക് വന്ന ശേഷം കടൽ പിന്നോട്ട് പോയിട്ടില്ലെന്നും ഇവർ പറയുന്നു. പുതിയ ഹാർബറുകളും പുലിമുട്ടുകളും വരുന്നതോടെ കൂടുതൽ താഴ്ന്ന ഭാഗങ്ങളിൽ ആക്രമണം വർദ്ധിക്കുകയാണ്. തീരങ്ങൾ കടലെടുക്കുന്നതോടെ തോണികൾ കയറ്റിവെക്കാൻ പോലും ഇടമില്ലാതായി. ഇത് കാരണം റോഡരികിലും ഉപേക്ഷിച്ച അറവുശാലയിലുമൊക്കെയാണ് ഇവ സൂക്ഷിക്കുന്നത്. ഇനി തങ്ങളുടെ കൊച്ചു വീടുകൾ കൂടി കടലെടുക്കാൻ അധിക താമസമില്ലെന്നും ഇവർ പറയുന്നു. 1.5 മാസമായി കടലിൽ പോവാത്തതിനാൽ തൊഴിലാളികൾ വറുതിയിലുമാണ്. നൈനാംവളപ്പിൽ മാത്രം 500ഓളം മത്സ്യത്തൊഴിലാളികളുണ്ട്. ബ്രസീലിൽ സാവോപോളോ മൈതാനിയിൽ കളി തുടങ്ങുമ്പോൾ അതേ അനുഭവത്തിലും ആവേശത്തിലും കളി അനുഭവവും കടൽ കടന്നെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ആരാധകരും ക്ലബ്ബുകളും. ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീനിൽ ജനങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി കൂറ്റൻ സ്ക്രീനുകളും ഇരിപ്പിടങ്ങളും പലയിടത്തും ഒരുങ്ങിക്കഴിഞ്ഞു. ഫുട്ബോൾ ഗാലറികൾക്ക് ഏഷ്യൻ വൻകരയിൽ തുടക്കമിട്ട പുതിയ പാലത്തുകാർ കൂറ്റൻ സ്ക്രീനും ഹാളും ഒരുക്കുന്നതിന്റെ അവസാന പ്രവൃത്തികളിലാണ്. 12 അടി വീതിയിലും 10 അടി നീളത്തിലുമുള്ള സ്ക്രീനാണ് ഇവിടെ ഒരുങ്ങിയത്. 80 അടി നീളവും 40 അടി വീതിയുമുള്ള ഹാളും ഒരുങ്ങി. ഇരുമ്പ് തൂണുകളിൽ ഇരുമ്പു ഷീറ്റുകളിൽ നിർമ്മിച്ചതാണ് ഹാള്. 8 പടവുകളിൽ നിർമ്മിച്ച ഗാലറിയിൽ 300 പേർക്കിരിക്കാം. ഇതിനു പുറമെ പ്ലൈവുഡ് പതിച്ച നിലത്ത് 500 കസേരകളും നിരത്തും. കമന്ററികൾ അതേ ഉച്ചത്തിൽ 200 മീറ്റർ ചുറ്റും പ്രതിധ്വനിക്കും. കളിക്കിടെ പ്രവചന മത്സരങ്ങളും ഇടവേളകളിൽ പ്രശസ്ത ഫുട്ബോൾ മത്സരങ്ങളുടെ വീഡിയോയും ഒരുക്കും. എല്ലാറ്റിനും പിന്നിലുള്ളത് ഫുട്ബോളിനോടുള്ള ആരാധനയും സ്നേഹവും മാത്രം. പന്തൽ, ലൈറ്റിംഗ്, പരസ്യ കേറ്ററിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന യുവാക്കളുടെയും കളിപ്രേമികളുടെയും കഠിനാധ്വാനത്തിലാണ് ഗാലറി ഒരുങ്ങിയത്. ഓരോ മേഖലയിലുള്ളവർ അവരുടെ മേഖലയിലുള്ള സഹായങ്ങൾ നൽകുകയായിരുന്നു. പന്തൽ, കസേരകൾ, ട്യൂബുകൾ, ബോക്സുകൾ എന്നിവയെല്ലാം ഇങ്ങനെ സംഭാവനയായി ലഭിച്ചു. പന്തൽ പണിയുടെ തുക സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് ശേഖരിച്ചു. ബാക്കിയുള്ളത് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് 40 വർഷമായി രംഗത്തുള്ള ഫാസ്കോ ക്ലബ് പ്രതിനിധികൾ പറയുന്നു. നമ്മളിവിടെ ഇരുമ്പിൻ്റെ പന്തൽ, ഇരുമ്പിൻ്റെ ഗാലറി ഉപയോഗിച്ച് ഒരു 300ഓളം പേർക്ക് ഗാലറിയിൽ ഇരുന്ന് കളി കാണാനും ഒരു 400-500 പേർക്ക് ചെയറിലിരുന്ന് കളി കാണാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് ഫാസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള 44 വർഷം പഴക്കമുള്ള ക്ലബ്ബാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രവേശനം തികച്ചും സൗജന്യമാണ്. നമ്മളെ നാട്ടിലെ വ്യാപാരികളും പന്തൽ കോൺട്രാക്ടേഴ്സും മറ്റും സഹകരിച്ചിട്ട് നമ്മളെ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രം അവർക്ക് പണിയുടെ പൈസ മാത്രം കൊടുത്തിട്ട് ബാക്കി അവരിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. 1954-ൽ മാനാഞ്ചിറ മൈതാനത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന് ഏഷ്യയിലെ ആദ്യത്തെ മുള കൊണ്ടുള്ള ഗാലറി കെട്ടിയത് ഇവിടുത്തെ കോയട്ടി ഹാജിയായിരുന്നു. 12 മുതൽ മൂര്യാട് റോഡിലുള്ള ഗാലറി മുതൽ പുതിയ പാലം ജംഗ്ഷൻ വരെ ട്യൂബുകളും ക്യാബിനുകളും തോരണങ്ങളും നിറയും. ഗാലറിയിലേക്ക് കമാനവും ഒരുങ്ങും. വൈകിട്ട് 3-ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന ഫുട്ബോൾ ആരാധകരുടെ വിളംബര ജാഥയ്ക്കു ശേഷമാണ് പ്രദർശനം ആരംഭിക്കുക. വിവിധ ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞ് ആരാധകർ പാട്ടിന്റെയും നൃത്തത്തിന്റെയും ആഘോഷത്തിമിർപ്പിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ 34ാം അധ്യായത്തിന്റെ വിസിൽ മുഴങ്ങും. പിന്നെ ആരവങ്ങൾ അനിശ്ചിതത്വത്തിന്റെ ഗോൾ വലകളിൽ പന്തു പായുന്നതും കാത്ത് കണ്ണിമക്കാതെ കാത്തിരിക്കും. ബ്രസീലിൽ എന്ന പോലെ ഫുട്ബോളിന്റെ മഹാനഗരങ്ങളിൽ എന്ന പോലെ ഈ നാടിന്റെ മുക്കുമൂലകളും ആഹ്ലാദ ആരവങ്ങൾ കൊണ്ട് മുഴങ്ങും.
സമൂഹത്തിന് മാതൃകയായി ഒരു കൂട്ടം തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ. കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കിണർ നിർമ്മിച്ചു നൽകിക്കൊണ്ടാണ് ഇവർ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനം ശ്രദ്ധേയമാക്കിയത്. കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കിണർ നിർമ്മിച്ചുകൊണ്ട് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനം ശ്രദ്ധേയമാവുകയാണ്. 30 തൊഴിലുറപ്പ് പ്രവർത്തകർ ചേർന്ന് 12 ദിവസം കൊണ്ടാണ് പാവപ്പെട്ട കുടുംബങ്ങൾക്കായി 3 കിണറുകൾ നിർമ്മിച്ചത്. 7 കോലോളമാണ് ഓരോ കിണറിന്റെയും താഴ്ച. കുഴിച്ച കിണറുകളിൽ 2 വെള്ളം കണ്ടു. ഒന്ന് ഉപ്പുപാറയായതു കാരണം വെള്ളം കണ്ടില്ല. പുരുഷന്മാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ജോലി ഏറ്റെടുത്തപ്പോൾ ആദ്യം പ്രയാസം അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ജോലി ആസ്വാദകരമാവുകയും സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചതിൽ സന്തോഷമുണ്ടെന്നും തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തക സി ഓമന പറയുന്നു. വളരെ പരാജയപ്പെടുന്നുള്ള ഒരു വാക്കായി ഞങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടിയ പല കളിയാക്കലുകൂടിയാണ് ഞങ്ങൾ ഇത് ആരംഭിച്ചത്. വലിയ ആത്മാർത്ഥതയോടും കൂടെ പണിയെടുത്ത് തൊഴിലുറപ്പിന്റെ രീതിയിലല്ല ഞങ്ങൾ പണിയെടുത്തത്. അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് വെള്ളം കാണിക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇതിലൊരു നല്ലോണം അധ്വാനമുള്ള പണിയാണ്. എന്നാലും ഒരു വിഷമവും കൂടാതെ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളിൽ ഇടവേള. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മഴക്കാല രോഗങ്ങൾക്കുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ 2 മൊബൈൽ യൂണിറ്റുകൾ പര്യടനം തുടങ്ങി. വ്യാഴാഴ്ച രാവിലെ 10 കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ജില്ലാ കളക്ടർ CA ലത ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രതിരോധ മരുന്നുകളും ബ്ലീച്ചിംഗ് പൗഡറുകളും ഉൾപ്പെടെ വിതരണം ചെയ്താണ് മൊബൈൽ യൂണിറ്റുകളുടെ സഞ്ചാരം. മുൻവർഷങ്ങളിൽ മഴക്കാല രോഗങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തവണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 2 മൊബൈൽ യൂണിറ്റുകൾ ആരോഗ്യവകുപ്പ് അധികൃതർ നിരത്തിലിറക്കിയത്. മലയോര പ്രദേശങ്ങൾ, ഉൾനാടൻ ഗ്രാമങ്ങൾ, തീരപ്രദേശങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. പനി, ഛർദി, വയറിളക്കം തുടങ്ങിയവയ്ക്കുള്ള പ്രതിരോധ മരുന്നുകൾ വാഹനങ്ങളിൽ നിന്ന് വിതരണം ചെയ്യും. ഇതുകൂടാതെ ORS ലായനി, ബ്ലീച്ചിംഗ് പൗഡർ തുടങ്ങിയവയും നൽകുന്നുണ്ട്. പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള സൗകര്യങ്ങളും വാഹനത്തിലുണ്ട്. ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് വിശ്രമമാണ്. വെള്ളം ധാരാളം കഴിക്കണം, മൂത്രം ശരിക്ക് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം, ഭക്ഷണം മിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, വേണ്ടത്ര വിശ്രമം എടുക്കുക. ഇത് വളരെ പ്രധാനമാണ്. എന്തെങ്കിലും വിധത്തിലുള്ള മറ്റ് പാർശ്വ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ വൈദ്യ സഹായം തേടുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കൊതുകുജന്യ രോഗങ്ങളായിട്ട് അതിനെ തടയാൻ വേണ്ടിയിട്ട് കൊതുകിനെ പരക്കുന്ന തരത്തിലുള്ള എല്ലാതരം സിറ്റുവേഷൻ നമ്മൾ ഇല്ലാതാക്കണം. അതിന് ഡ്രൈ ഡേ ആചരിക്കണം, കൊതുക് വല യൂസ് ചെയ്യണം, കൊതുകിനെ കൂത്താടിനെ കൊല്ലാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത്ര സോഴ്സ് റിഡക്ഷൻ, അതാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. വാഹനങ്ങൾ വ്യാഴാഴ്ച രാവിലെ ബീച്ച് ആശുപത്രി പരിസരത്ത് ജില്ലാ കളക്ടർ CA ലത ഫ്ളാഗ് ഓഫ് ചെയ്തു. രോഗപ്രതിരോധ നടപടികൾ ഫലപ്രദമാകാൻ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ടെന്ന് അവർ പറഞ്ഞു. ഈ മെഡിക്കൽ യൂണിറ്റുകൾ ആവശ്യമായ മരുന്നുകളും ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും ഉൾപ്പെടെ
ഇൻആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസിലും അതുപോലെ തീരദേശ പ്രദേശങ്ങളിലും മറ്റു ഭാഗങ്ങളിലും രോഗികളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ചികിത്സയും മരുന്നും നൽകുന്നതാണ്. രോഗപ്രതിരോധ സംബന്ധമായ സംശയ നിവാരണത്തിനും മൊബൈൽ യൂണിറ്റുകളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇതിനകം പകർച്ചവ്യാധികൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്ത മരുതോങ്കര, കുറ്റ്യാടി, കുണ്ടുതോട്, മായനാട്, പുതിയാപ്പ തുടങ്ങിയ പ്രദേശങ്ങളിൽ മൊബൈൽ യൂണിറ്റുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കെട്ടിട നിർമ്മാണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ കോർപ്പറേഷനും ലെൻസ്ഫെഡും സംയുക്തമായി ശില്പശാല സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ മേയർ കെ പ്രേമജം ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷനും ലെൻസ്ഫെഡും സംയുക്തമായി കെട്ടിട നിർമ്മാണ നിയമങ്ങളെ സംബന്ധിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഉദ്യോഗസ്ഥർക്കും ആർക്കിടെക്റ്റുകൾക്കും എഞ്ചിനീയർമാർക്കും സൂപ്പർവൈസർമാർക്കുമാണ് ശില്പശാല നടന്നത്. ടൗൺഹാളിൽ നടന്ന ശില്പശാല മേയർ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി രജനി അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ ഡി അജയ് ഘോഷ്, CDA സെക്രട്ടറി AM ജയൻ, ലെൻസ്ഫെഡ് താലൂക്ക് പ്രസിഡന്റ് പി ചാത്തുണ്ണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും പ്രായോഗികതയും എന്ന വിഷയം കോർപ്പറേഷൻ സെക്രട്ടറി BK ബൽരാജ് അവതരിപ്പിച്ചു. മാസ്റ്റർ പ്ലാൻ DTP സ്കീം എന്ന വിഷയത്തിൽ കോഴിക്കോട് മേഖല ടൗൺ പ്ലാനർ G ശശികുമാറും കെട്ടിട നിർമ്മാണ നിയമം വ്യാഖ്യാന വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ ലെൻസ്ഫെഡ് ബിൽഡിംഗ് റൂറൽ കമ്മിറ്റി ചെയർമാനും ക്ലാസുകൾ എടുത്തു. കോർപ്പറേഷന്റെ ഭാഗത്താണെങ്കിലും പ്ലാൻ വരക്കുന്ന ആളുകളുടെ ഭാഗത്താണെങ്കിലും ഉണ്ടാവുന്നത് നിയമം വ്യാഖ്യാനിക്കുന്ന കാര്യത്തിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 2-3 അല്ലെങ്കിൽ 4 വർഷത്തിനകത്ത് ഏകദേശം 5000-ഓളം അപേക്ഷകൾ, കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള 5000-ഓളം അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിവെച്ചിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത് കയാക്കിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗും തുഷാരഗിരിയിൽ വെച്ച് ജൂൺ-ജൂലൈ മാസങ്ങളിൽ നടക്കും. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കോഴിക്കോടും കേരള കയാക്കിംഗ് അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മദ്രാസ് ഫൺ ടൂൾസിന്റെ സഹകരണത്തോടെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. മഴ മഹോത്സവം ജലോത്സവം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട് മൺസൂൺ കാലഘട്ടത്തിൽ നടക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരേയൊരു വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പാണ് തുഷാരഗിരിയിൽ നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. മലയാളിയായ ഇന്റർനാഷണൽ താരം അഭിലാഷ് ടോമിയെ ചടങ്ങിൽ ആദരിക്കും. രണ്ടാമത് മലബാർ ഇന്റർനാഷണൽ റിവർ ഫെസ്റ്റിവലിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഈ വർഷം മുതൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി 8 കിലോമീറ്റർ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിനുള്ള സൗകര്യം ലഭിക്കുന്നതാണ്. ചാലിപ്പുഴയിൽ പറപ്പറ്റ പാറമല മുതൽ പൂത്തൽക്കണ്ടൽ കടവ് വരെയും ഇരുവഞ്ഞിപ്പുഴയിൽ അരിപ്പാറ മുതൽ തമ്പലമണ്ണ വരെയുമാണ് ഇതിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. മലബാർ റാഫ്റ്റിംഗ് ജൂൺ 22-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ടൂറിസം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കോടഞ്ചേരി, തിരുവമ്പാടി, കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ട പ്രദേശങ്ങളിലാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ വർഷം ജൂൺ-ജൂലൈയിൽ ഇത് നടത്താനായിട്ട് തീരുമാനമെടുത്തത്. ഈ വർഷം നമ്മൾ ഒരു എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് 13 lakhs ആണ്. കൊയിലാണ്ടി നഗരസഭയിൽ പൊതുശ്മശാനമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നഗരസഭ ശവസംസ്കാര ചൂള സജ്ജമാക്കി. നഗരസഭാ അധ്യക്ഷ K ശാന്ത ചൂള നാടിന് സമർപ്പിച്ചു. പൊതുശ്മശാനമില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി കൊയിലാണ്ടി നഗരസഭ ശവസംസ്കാര ചൂള സജ്ജമാക്കി. ചിലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുമാണ് ചൂള തയ്യാറാക്കിയത്. ഇല്ലത്ത് താഴെ ജയശങ്കർ സാംസ്കാരിക വേദിയാണ് ചൂളയുടെ പരിപാലന ചുമതല. നഗരസഭാ പരിധിയിലെവിടെയും ചൂള എത്തിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചൂള നാടിന് സമർപ്പിച്ചുകൊണ്ട് നഗരസഭാ അധ്യക്ഷ K ശാന്തയിൽ നിന്ന് കൌൺസിലർ T പ്രസന്ന ഏറ്റുവാങ്ങി. ഫിഷറീസ് മേഖലയിൽ, തീരദേശ മേഖലയിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ അവിടെ ഒരു സ്ഥലമുണ്ട്. വരകുന്നിലെ ഒരു വലിയ സ്ഥലമുണ്ട്, ഏകദേശം ഒരു 10-50 സെന്റ്. നടയിലൊരു സ്ഥലമുണ്ട്, ഏകദേശം ഒരു 60-70 സെന്റ്. നേരത്തെ പഞ്ചായത്തായിരുന്ന സമയത്ത് തന്നെ വാങ്ങിക്കുന്നു. ഇവിടെയുള്ള പന്തലായി കോട്ടക്കുന്നിലൊരു സ്ഥലമുണ്ട്. ഇങ്ങനെ 3-4 സ്ഥലത്ത് നഗരസഭയ്ക്ക് ശ്മശാനമുണ്ടാക്കാൻ വേണ്ടി മാത്രമായി സ്ഥലമുണ്ടായിരിക്കെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ആളുകൾക്ക് ഇപ്പോഴും ഈ ആത്മാവിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വിശ്വാസമാണ്. PK രാഗേഷ് അധ്യക്ഷം വഹിച്ചു. K ബാലൻ നായർ, PK ജയൻ എന്നിവർ സംബന്ധിച്ചു. പുതിയ അധ്യാപക തസ്തിക സൃഷ്ടിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ മാറ്റം വരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA നേതൃത്വത്തിൽ അധ്യാപകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ബദറുന്നിസ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുതിയ അധ്യാപക തസ്തിക സൃഷ്ടിക്കുക, എല്ലാ വിദ്യാലയങ്ങളിലും അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30, 1:35 ആക്കുക,
RMSA വിദ്യാലയങ്ങളിലെ മുഴുവൻ തസ്തികകളും അംഗീകരിച്ച് വേതനം നൽകുക, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ശനിയാഴ്ച അവധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. വിദ്യാഭ്യാസ മേഖലയിൽ പെരുവഴിയിൽ 17,000 അധ്യാപകർക്ക് ജോലിയില്ലാതാവുന്നു. KSTS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ബദറുന്നീസ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം പാക്കേജ് ഫണ്ടിൽ തൃപ്തിയടയാൻ കേരളത്തിലെ അധ്യാപകർ തയ്യാറല്ല എന്നാണ് ഈ സമരത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. PP രഘുനാഥ് അധ്യക്ഷം വഹിച്ചു. P. രജനി, KT ബാലകൃഷ്ണൻ, PP ഇന്ദിര, RV അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 35ാം ജില്ലാ സമ്മേളനം ശാസ്താപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PK മുഹമ്മദ് അലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ 35ാം ജില്ലാ സമ്മേളനം കോഴിക്കോട് ശാസ്താപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PK മുഹമ്മദ് അലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു റേഞ്ചിന്റെ പരിധിയിൽ 5ഉം 6ഉം പോലീസ് സ്റ്റേഷനും 40ഓളം ജീവനക്കാരെയും വച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ വെറും 15 ജീവനക്കാരെ വെച്ചുകൊണ്ട് കേരളത്തിൽ യാതൊരുവിധ വിഷമതകളുമില്ലാതെ, കേരളത്തിലെ ജനങ്ങളുടെ പരാതിയില്ലാതെ ഈ വകുപ്പിനെ കഴിഞ്ഞ 2-3 വർഷക്കാലമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് നയിക്കുമ്പോൾ അതിന് ശക്തി പകർന്ന പ്രവർത്തനവുമായി മുന്നോട്ട് നിൽക്കുന്ന, പ്രവർത്തിക്കുന്ന, കഷ്ടപ്പെടുന്ന ജീവനക്കാർക്ക് അവന്റെ ജോലിഭാരം അനുസരിച്ചുള്ള വേതനം ഈ ശമ്പള കമ്മീഷൻ നൽകണമെന്ന വാദമാണ് സംഘടന ഈ വരുന്ന 10ാം ശമ്പള കമ്മീഷനിൽ ഉന്നയിക്കുവാനിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് P. സുരേന്ദ്രൻ അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സംഘടനയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പണി പൂർത്തീകരിച്ച ബിൽഡിംഗ് കമ്മിറ്റി കൺവീനറും വൈസ് പ്രസിഡന്റുമായ K. യൂസഫിന് ഉപഹാരം നൽകി ആദരിച്ചു. ഉത്തരമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ CM ഷാനവാസ് ഉപഹാരം സമ്മാനിച്ചു. സംഘടനാ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുബ്രഹ്മണ്യൻ, കോഴിക്കോട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ VJ മാത്യു, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സുരേഷ്, TS ബൈജു, AR സുൽഫിക്കർ, TV ബേബി, K. സുരേന്ദ്രൻ, സന്തോഷ് കുമാർ, K. യൂസഫ്, TK രാഗേഷ്, T. ഗോവിന്ദൻ എന്നിവർ സംബന്ധിച്ചു. വ്യക്തി താൽപര്യങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും അനുസൃതമായി ദേവാലയങ്ങളിൽ ദേവഹിതം അറിയാൻ ശ്രമിക്കരുതെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത്. ശബരിമല ക്ഷേത്രത്തിൽ ജൂൺ 18-ന് ആരംഭിക്കുന്ന സർവനഷ്ട പ്രശ്നം നിർത്തിവെക്കണമെന്നും ജ്യോതിശാസ്ത്ര പരിഷത്ത് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഹാക്ഷേത്രങ്ങളുടെ പൂജാവിധാനങ്ങളും ദേവാലയത്തിന്റെ നവോത്ഥാനങ്ങളും തീരുമാനിക്കാൻ പണ്ഡിതവര്യന്മാരായ 5-7 ജ്യോതിഷികളെ തെരഞ്ഞെടുത്ത് ദേവജ്ഞ സ്ഥാനത്തേക്ക് ആചാര്യവരണം നടത്തി ദൈവഹിതം അറിയുന്നതിനു പകരം ശബരിമല ക്ഷേത്രത്തിൽ ജൂൺ 18-ാം തീയതി ആരംഭിക്കുന്ന താൽക്കാലിക നഷ്ടപ്രശ്നം നിർത്തിവെക്കണമെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. ആചാരാനുഷ്ഠാനങ്ങളിൽ അണുപോലും വ്യതിചലിക്കാൻ പാടില്ലാത്ത ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം വേണമെന്ന് ദേവസ്വം കമ്മിറ്റി അഭിപ്രായപ്പെടാൻ എന്താണ് കാരണമെന്നും ഭക്തജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. പമ്പയിലുള്ള ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അപ്പവും അരവണയും ശബരിമലയിൽ കൊണ്ടുവന്ന് ദേവപ്രസാദം എന്ന പേരിൽ വഴിപാണിപ്പ പ്രസാദം നൽകി വരുന്നത് ദേവാലയത്തിനും ദേവനും ഭക്തജനങ്ങൾക്കും അഹിതമാണെന്നും അവർ പറഞ്ഞു. ദേവസ്വം കമ്മിറ്റിയുടെ രാഷ്ട്രീയ വ്യക്തി താൽപര്യങ്ങൾക്ക് അനുസൃതമായി അഴിമതി പിരിപ്പിക്കാൻ കോടികൾ ചെലവഴിക്കാൻ പോകുന്ന നവീകരണ പദ്ധതികൾക്ക് താൽക്കാലിക പ്രശ്നമെന്ന ഒരു ഉപാധി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആചാരമല്ല. അത് ദേവഹിതമായി തന്നെ വേണമെന്നും ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് നേതാക്കൾ പറഞ്ഞു. ജ്യോതിശാസ്ത്രത്തിന്റെ മറവിൽ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ദേവാലയത്തെയും ഭക്തജനത്തെയും അവർ കാണിക്കയർപ്പിക്കുന്ന സമ്പത്തും ചൂഷണം ചെയ്യുന്ന രീതിയിൽ ദേവപ്രശ്നത്തെ വളച്ചൊടിക്കുന്നത് ശാസ്ത്രത്തിന് യോഗ്യമല്ല. ഈ രീതിയിൽ ഹൈന്ദവ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ദേവസ്വം ബോർഡിനെയും അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരെയും ഭക്തജനങ്ങൾ അറിഞ്ഞു പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്നും ജ്യോതിശാസ്ത്ര പരിഷത്ത് നേതാക്കളായ മൂലയിൽ മോഹൻദാസ് പണിക്കർ, ബേപ്പൂർ TK മുരളീധര പണിക്കർ, ചെലവൂർ ഹരിദാസ് പണിക്കർ, മനോഹരൻ തന്ത്രികൾ എന്നിവർ പറഞ്ഞു.
നാടകപ്രവർത്തകൻ PM താജ് അനുസ്മരണം ജൂലൈ 27-28 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടത്താൻ പുരോഗമന കലാസാഹിത്യ സംഘം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K. ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രമുഖ നാടക പ്രവർത്തകൻ PM താജിന്റെ അനുസ്മരണ പരിപാടികൾ സമുചിതമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. KGOA ഹാളിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K. ചന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. പുരോഗമന കലാ സാഹിത്യ സംഘം സെക്രട്ടറി VT സുരേഷ്, KP മോഹൻദാസ്, വിൽസൺ സാമുവൽ, P. സുരേഷ് ബാബു, KKC പിള്ള, ഗിരീഷ് കളത്തിൽ, MP സന്തോഷ് കുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. PM താജ് അനുസ്മരണ പരിപാടി ജൂലൈ 27-28 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്താൻ യോഗം തീരുമാനിച്ചു. പരിപാടിയുടെ ഭാഗമായി ഷോർട്ട് ഫിലിം ഫെസ്റ്റുകൾ, കുട്ടികളുടെ നാടകോത്സവം, നാടക സെമിനാർ, നാടക പ്രവർത്തക സംഗമം എന്നിവ നടത്താനും തീരുമാനിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ അണ്ടർ 11 മത്സരത്തിൽ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗായത്രി നമ്പ്യാർ ജേതാവായി. ആൺകുട്ടികളിൽ പെരുമണ്ണ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥി ഉദയപ്രകാശാണ് വിജയിച്ചത്. കോസ്മോസ് സ്പോർട്സ് ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ അണ്ടർ 11 വിഭാഗത്തിൽ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗായത്രി നമ്പ്യാരും ആൺകുട്ടികളുടെ അണ്ടർ 11 വിഭാഗത്തിൽ പെരുമണ്ണ വിദ്യാനികേതൻ സ്കൂളിലെ ഉദയപ്രകാശും ജേതാക്കളായി. ഗായത്രി സാനുശ്രീയെയും ഉദയപ്രകാശ് MK ആശിഷിനെയുമാണ് തോൽപ്പിച്ചത്. 11 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ഡബിൾസിൽ സാനുശ്രീ നിഗ്ദ സഖ്യം ജേതാക്കളായി. 11 വയസ്സുകാർ മുതൽ 45 പിന്നിട്ടവർ വരെ പല വിഭാഗങ്ങളിലായി ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നുണ്ട്. 11, 13, 15, 17, 19 വയസ്സുകളിലും 35 വയസ്സിന് മുകളിലുള്ളവരുടെ മാസ്റ്റേഴ്സ് വിഭാഗത്തിലും 45 വയസ്സിന് മുകളിലുള്ള വെറ്ററൻസ് വിഭാഗത്തിലും 19 വയസ്സ് ആൺ പെൺ വിഭാഗത്തിലെ ഡബിൾസ് ഇനത്തിലുമാണ് മത്സരം. വെറ്ററൻസ് മത്സരങ്ങൾ 14-നാണ് ആരംഭിക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കലാസംഗീത മേഖലയിൽ പ്രവർത്തിച്ച അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കാൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രണയപൂർവ്വം എന്ന് പേരിട്ട ഓഡിയോ CD വിപണിയിലെത്തിക്കുന്നു. സുഭാഷ് ഓഡിയോസിന്റെ ബാനറിൽ C. സുഭാഷ് നിർമ്മിച്ച ഓഡിയോ CDയുടെ ഡയറക്ട് മാർക്കറ്റിംഗ് ഉദ്ഘാടനം 14-ന് ശനിയാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടത്തും. വേദിയിൽ പഴയകാല ഗായിക മച്ചാട്ട് വാസന്തി, ചലച്ചിത്ര നടി കുട്ടിയടത്തി വിലാസിനി എന്നിവരെ ആദരിക്കും. സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കരിനിയമ കേസുകളുടെ ജനകീയ തെളിവെടുപ്പ് ജൂൺ 14-15 തീയതികളിൽ കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ച് നടക്കും. ബാംഗ്ലൂർ സ്ഫോടന കേസ്, ഹൂബ്ലി ഗൂഢാലോചന കേസ്, മാവേലിക്കര മാവോയിസ്റ്റ് കേസ്, പനായിക്കുളം കേസ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 20ഓളം കേസുകളിലാണ് തെളിവെടുപ്പ് നടക്കുക. ജൂൺ 14-ന് രാവിലെ 10 മണിക്ക് അഡ്വക്കേറ്റ് മഹമൂദ് പ്രാച്ച പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ജൂൺ 15-ന് ഞായറാഴ്ച രാവിലെ മുതൽ കേസുകളുടെ തെളിവെടുപ്പ് തുടരും. വൈകിട്ട് 5 മണിക്ക് ജൂറി അംഗങ്ങൾ റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം ഗുജറാത്തിലെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സിഡ്രിക് പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. കേരള വ്യാപാരി വ്യവസായി സമിതി പറയഞ്ചേരി കോട്ടൂളി യൂണിറ്റ് ജൂൺ 15-ാം തീയതി ഞായറാഴ്ച കാലത്ത് 9 മണി മുതൽ സൗജന്യ ആയുർവേദ ക്യാമ്പ്, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, കിണർ വെള്ളത്തിന്റെ പരിശുദ്ധി പരിശോധിക്കൽ തുടങ്ങിയ പരിപാടികൾ നടത്തും. മേയർ AK പ്രേമജൻ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ പ്രഗത്ഭരായ MD, BAMS ഡോക്ടർമാരുടെ ചികിത്സയിൽ ഒരാഴ്ചത്തേക്കുള്ള മരുന്നുകളും തൈലവും സൗജന്യമായി നൽകും. പരിപാടികളെല്ലാം പറയഞ്ചേരി വിജയ ബിൽഡിംഗ് ഹൈലൈഫ് ആയുർവേദിക് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ പരിസരത്ത് വെച്ചാണ് നടത്തുക എന്ന് പ്രസിഡന്റ് M. അനിൽകുമാർ, സെക്രട്ടറി P. വിജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പിന്റെ മൊബൈൽ യൂണിറ്റുകൾ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. മനുഷ്യക്കടത്ത് എന്ന പേരിൽ സമുദായത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് കോട്ടുമല ബാപ്പു മുസ്ലിയാർ. തീരദേശത്ത് കടലാക്രമണം രൂക്ഷം. നൈനാംവളപ്പിൽ 20ഓളം കുടുംബങ്ങൾ ഭീതിയിൽ. ബേപ്പൂർ തിരയിടിയിൽ ബോട്ട് തകർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283.